നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ എവിടെയാണ് കാലിലാണ് കൂടുതൽ. അപ്പൊ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോകുക. കാരണം ഞാൻ ഇവിടെ നിർത്തി ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചാൽ ഇവിടെ യാതൊരു കാര്യമില്ല. ഇവിടെ കിടന്നങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്ന മാത്രമല്ലാതെ ഒരു കാര്യവുമില്ല. താഴെ ഇരിക്കുന്ന സംഗതികളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം, സ്പീഡിൽ പോണോ പതിയെ പോണോ സ്ലോയിൽ പോണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് താഴെ ഉള്ളവരാണ്. ഒന്ന് അനക്കി കണ്ട. അപ്പൊ നമുക്ക് വീടിന്റെ സ്പേസ് കുറവുള്ള സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മേളോട് ക്ലച്ച് നിങ്ങൾ കാല് പോകരുത് കണ്ട. അപ്പൊ മുകളിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടും. കാരണം നമുക്ക് സ്ട്രൈറ്റ് അല്ലാതെ ചിലപ്പോൾ വീട്ടിൽ ഇറങ്ങേണ്ടത് ചിലപ്പോൾ ഒന്ന് വളച്ചോണ്ട് അതുകൊണ്ടില്ലേ പതിയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോളിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിക്കണം കണ്ട. അവിടെ സ്പീഡ് കൂടാതെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതായത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് അധികം പോകാതെ സ്പേസ് കുറഞ്ഞുകൊണ്ട് സ്ഥലത്തുനിന്ന് വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ചുകൊണ്ട് നമുക്ക് ഇതുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങാം. നമ്മൾ തിരിച്ചെടുത്ത് പതിയെ എടുത്തു അതുകൊണ്ടല്ലേ വണ്ടി അങ്ങോട്ട് വരും. ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്താൽ എന്ത് സംഭവിക്കും, ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കാണിക്കണം. നിങ്ങൾ എടുത്താൽ എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പോകും കേട്ടോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു ക്ലച്ച് കൺട്രോളിങ് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം, എങ്ങനെ കാഫ് ക്ലച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് പേടി കൂടാതെ ഒരു ക്ലച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, നിങ്ങളൊരു വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തൂടെ, ഒരു ഇടുങ്ങിയ സ്ഥലത്തൂടെ, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പേടി, അതുപോലെ തന്നെ തിരക്കിനകത്തൂടെ ഒരു വണ്ടി എടുക്കാൻ പേടി, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും 1-2 വരെ പ്രാക്ടീസിന് പോയതല്ല, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ക്ലച്ച് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം പലരും ഒരു വാഹനം നിർത്താൻ നേരം എന്ത് ചെയ്യുന്നില്ല, ക്ലച്ച് ചവിട്ടുന്നില്ല. നമ്മളൊരു ക്ലച്ച് എന്തിനൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ക്ലച്ച് എന്തിനു വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിക്കുന്നത്, ഒരു ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം, ബാക്കി കാര്യം എന്തിനാണ് ക്ലച്ച് എന്ന് അവർക്ക് അറിയത്തില്ല. കാരണം ആ സമയത്തെ ആവശ്യത്തിന്, ആ സമയം എന്തായിരിക്കും, ക്ലച്ച് ആയിരിക്കും ആവശ്യം. ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അതിനെ പറ്റി അറിയാത്തതുകൊണ്ട് അവരുടെ കാൽ എങ്ങോട്ട് പോകുന്നില്ല, ക്ലച്ചിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി നമുക്ക് നിർത്താൻ സാധിക്കാതെ വരുന്നത്. അപ്പം ക്ലച്ച് എന്തിനാണ് നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കണം. അതായത് ക്ലച്ച് നമുക്കൊരു ന്യൂട്രാക്കാൻ ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചില വാഹനങ്ങൾ, ഇപ്പോഴത്തെ ഒരു മോഡൽ ചില വാഹനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പം ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി എല്ലാ വാഹനം ഇല്ല, ചില വാഹനങ്ങൾ ചവിട്ടിയാൽ എന്താകത്തുള്ളൂ, സ്റ്റാർട്ട് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഗിയർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ വണ്ടി മുന്നോട്ട് നീങ്ങില്ല. എന്ത് വേണം, നമുക്കൊരു വാഹനം എടുക്കണമെങ്കിലും, അതായത് മുൻപോട്ട് മൂവ് ആക്കണമെങ്കിലും എന്ത് വേണം, ക്ലച്ചിൽ നിന്ന് കാല് മൂവ് ആയാൽ മാത്രമേ എന്താകത്തുള്ളൂ, വണ്ടി മുന്നോട്ട് മൂവ് ആകത്തുള്ളൂ. അപ്പൊ എടുക്കാനും ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വാഹനം സ്ലോ ആക്കാൻ നേരം ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിർത്താൻ നേരവും ക്ലച്ചിന്റെ ആവശ്യം ഉണ്ട്. കാരണം ഇത് പറയാനുള്ള, പലരും ക്ലച്ചിനെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഗിയർ ഇടാനും മാത്രമാണെന്നാണ്. പല മറ്റോ കാര്യങ്ങളൊന്നും എന്തില്ല, ഇവർക്ക് ധാരണയില്ല. കാരണം ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പലരും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എല്ലാ വാഹനവും ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ന്യൂട്രൽ ആക്കിയാലും വാഹനം ക്ലച്ച് കാലില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചില വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത്, ക്ലച്ച് ചവിട്ടിയാലും സ്റ്റാർട്ട് ആകുന്നത്. അപ്പം ഈ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ആക്കാനും അതുപോലെ തന്നെ ഗിയർ ഇടാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങളും എവിടെ കിടപ്പുണ്ട്, ക്ലച്ച് കിടപ്പുണ്ട്. അപ്പൊ ഒരു വാഹനം നിർത്താൻ നേരം പലർക്കും ഒരു വാഹനം ട്രാഫിക് ബ്ലോക്കിലേക്ക് പോയി വണ്ടി ആ സമയത്ത് നിർത്തണം, പെട്ടെന്ന് ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്നു, അപ്പൊ നമുക്ക് വണ്ടി നിർത്തണം. പലരും എന്ത് ചെയ്യും, കാല് ബ്രേക്കിലാണ് ഇരിക്കുന്ന കാലത്ത് എന്ത് ചെയ്യും,
ക്ലച്ച് ചവിട്ടാൻ പലരും മറന്നു പോകും. ആ ക്ലച്ചൂടെ ചവിട്ടിയാലേ വണ്ടി നിർത്താൻ പറ്റത്ത, അതായത് ഓഫ് ആകാതെ നിൽക്കത്തുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്തില്ല, അന്നേരം പെട്ടെന്ന് ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് അന്നേരം എന്ത് ചെയ്തില്ല, അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല, അവരുടെ കാല് പെട്ടെന്ന് എന്ത് ചെയ്തില്ല, ക്ലച്ചിലേക്ക് പോവുകയില്ല. അപ്പൊ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഒരു ധാരണ വരണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ക്ലച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതുകൊണ്ട് ചെയ്യണം. ഇതാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കണ്ടില്ലേ, എന്നിട്ട് പ്രാക്ടീസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, നിലത്ത് മുട്ടാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പൊക്കുകയും വേണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് വാഹനം നമ്മൾക്ക് നിർത്തേണ്ട സാഹചര്യങ്ങൾ വന്നാലും പെട്ടെന്ന് സ്ലോ ആക്കേണ്ട സാഹചര്യം വന്നാലും എന്ത് ചെയ്തുള്ളൂ, ഇങ്ങനെ നിങ്ങളുടെ കാലുകൾ പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ അമരത്തുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ബാലൻസ് ആണ് വേണ്ടത്. ഈ ഒരു ബാലൻസ് ഉണ്ട്, നമ്മുടെ പേടികൾ മാറും പെട്ടെന്ന്. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പേടികളെല്ലാം മാറി എന്ത് ചെയ്യാം, എവിടെ നമുക്ക് ഏത് ഗിയറിലാണെങ്കിലും അതുപോലെ തന്നെ ഗിയർ ഇടാൻ നേരം ആണെങ്കിലും പലരും എന്ത് ചെയ്യും, ഈ ഗിയറിലേക്ക് കൈ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഗിയർ ഇടണമെന്ന് അവർക്ക് അറിയാം, പക്ഷെ ഇവരുടെ കാലുകൾ അമരാത്തോണ്ട് എന്തെങ്കിലും ഗിയർ വീഴത്തില്ല. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ബാലൻസ് കിട്ടിയാലേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ക്ലച്ചുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കാഫ് ക്ലച്ച് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗിയർ ഇടണം. ഗിയർ ഇട്ടതിന് ശേഷം അതുപോലെ നമ്മുടെ കാലം എന്തായാലും എവിടെ ഇരിക്കണം, ബ്രേക്കിലും ക്ലച്ചിലും ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ പതിയെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുത്തു നോക്കണം. ഈ ക്ലച്ചിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ, കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പല വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ തൊടുമ്പഴേ എന്ത് ചെയ്യും, ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ചില വാഹനങ്ങളാണല്ലോ ഇങ്ങനെ പകുതി വരുമ്പോഴേ കിട്ടത്തുള്ളൂ. ചില വാഹനം മുകളിലോട്ട് വരുന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അങ്ങനെ ക്ലച്ചിന്റെ ആ ഒരു സെന്ററിലായിരിക്കും ചില വാഹനം മുകളിൽ വരേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ബ്രേക്കിൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കണം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ വാഹനത്തിനൊരു ജെർക്കിങ് ഉണ്ടാകും, അതായത് വൈബ്രേഷൻ ഉണ്ടാകും, നമ്മുടെ ഡാഷ് ബോർഡിൽ ഒരു കുലുക്കം ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം കാഫ് ക്ലച്ച് ആയി എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് പോരരുത്. മുകളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ സംഭവിക്കും, ഈ ബ്രേക്ക് കാലിക്കുന്നിടത്തോളം വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന ഈ എങ്ങനെയാണോ ഈ വാഹനത്തിന്റെ ഒരു സൗണ്ട്, ഈ സൗണ്ട് നിങ്ങൾക്ക് വേറൊരു സൗണ്ടായിട്ട് തുടക്കത്തിൽ ഒരു ഫീൽ ചെയ്യുകയാണ്, നമുക്ക് മനസ്സിലാക്കാം കാഫ് ക്ലച്ച് ആയി. അന്നേരം ബ്രേക്കിൽ നിന്ന് മാറ്റണം. കണ്ട, ബ്രേക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വണ്ടി ഉദാഹരണത്തിന് ഒരു കയറ്റത്ത് കിടക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ എന്ത് ചെയ്യാം, ഇത് കൃത്യമായിട്ട് ബാക്കിലേക്ക് ഉരുളാതെ കണ്ട ക്ലച്ചിൽ കറക്റ്റായിട്ട് വാഹനം നിൽക്കും. എന്നിട്ട് നമ്മൾ പിന്നെ നിരപ്പത്തുനിന്ന് എടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു വൈബ്രേഷൻ ഇവിടെ നമ്മൾ ആക്സിലേറ്റർ സ്വല്പം മാറ്റിയതിന് ശേഷം മാത്രം. ഇപ്പൊ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോഴത്തേന് പലരും എന്ത് ചെയ്യും, ഈ ആക്സിലേറ്ററെ കാലിൽ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലച്ച് എടുക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഈ ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത്, ആ വൈബ്രേഷൻ വരുന്ന സമയത്ത്, ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് നിങ്ങൾ ക്ലച്ച് പെട്ടെന്ന് എടുക്കരുത്. അപ്പം നമ്മൾ ഈ വൈബ്രേഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ വൈബ്രേഷൻ ആക്സിലേറ്ററെ മാറ്റി ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾ ക്ലച്ചിൽ കാണിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടിക്ക് സ്പീഡ് കിടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. കാരണം പലരും ഈ കയറ്റത്തു നിന്ന് ഒരു ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോഴാണ് പലർക്കും പേടി ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആക്സിലേറ്റർ കൊടുക്കാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് മുഴുവൻ വന്നാൽ മാത്രം ആക്സിലേറ്റർ കൊടുത്താൽ എന്തെങ്കിലും വണ്ടിക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാം, ഒരു നിരപ്പത്ത് കിടക്കുന്ന വണ്ടിയാണോ, ഇറക്കത്ത് കിടക്കുന്ന വണ്ടിയാണോ, അതോ കയറ്റത്ത് കിടക്കുന്ന വണ്ടിക്കാണോ പെട്ടെന്ന് സ്പീഡ് കൂടുതൽ കിട്ടുക. ഇറക്കത്ത് കിടക്കുന്ന വണ്ടിക്ക് നിരപ്പത്ത് കിടക്കുന്ന വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക. ഈ പലരും പേടി എന്തുവാ, കൂടുതലും ഈ വണ്ടി എടുക്കാൻ നേരം ആക്സിലേറ്റർ കൊടുക്കാൻ പലർക്കും പേടി കൂടുന്ന സ്ഥലം എവിടെയാ, തുടക്കക്കാരെ സംബന്ധിച്ചോളം കയറ്റത്താണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, അത്രയും ലോഡ് കൊടുത്താൽ പവർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ വണ്ടി സ്പീഡ് കൊടുത്തുള്ളൂ. കാരണം നമുക്ക് തന്നെ ഉദാഹരണം അറിയാം, നിരപ്പത്ത് കിടക്കുന്ന ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എത്ര ക്ലച്ച് എന്ന് പറയാൻ ആക്സിലേറ്റർ കൊടുത്താലും സ്പീഡില്ല. അപ്പൊ പിന്നെ നമുക്ക് കയറ്റത്ത് ഒട്ടുമേ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ വണ്ടി തെറിച്ച് പോകാൻ സ്പീഡ് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് എന്ത് ചെയ്യണ്ട, ഈ ആക്സിലേറ്റർ കൊടുക്കാൻ പേടിക്കുക വേണ്ട. സ്വല്പം നമ്മൾ ക്ലച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ആക്സിലേറ്റർ സ്വല്പം കൊടുത്തെന്ന് പറഞ്ഞാലും വണ്ടിക്ക് സ്പീഡ് കിട്ടത്തില്ല. കാരണം ക്ലച്ചിൽ നിന്ന് മുഴുവനും വന്നാലേ എന്ത് ചെയ്തുള്ളൂ, സ്പീഡ് കിടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ക്ലച്ച് പ്രാക്ടീസ് ചെയ്യുക. ക്ലച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, നമുക്ക് ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി, ഈ കാഫ് ക്ലച്ച് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കാഫ് ക്ലച്ചിന് മുകളിലോട്ടാണ് ക്ലച്ചിന്റെ മുകളിലോട്ടേ ഉള്ളൂ. അതായത് താഴെ ഒന്ന് പ്ലേ ആണ്, താഴെ എല്ലാം പ്ലേ ആണ്. അപ്പം ഈ 50 വന്ന് കഴിയുമ്പോഴേ നമുക്ക് ക്ലച്ച് സ്റ്റാർട്ടിങ് ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ 50 മുകളിലോട്ടാണ് എന്ത് ക്ലച്ച് കിടക്കുന്നത്. അപ്പം നമുക്ക് വീടിന്റെ സ്പേസ് കുറവാണ്. വീട്ടിൽ നിന്ന് ഇറക്കുന്ന നേരം, അതുപോലെ തന്നെ കാർ പാർക്ക് ചെയ്യാൻ നേരം, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകളിലെ ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആക്സിലേറ്റർ എന്ന് മാറ്റിയിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് യൂസ് ചെയ്തല്ല ചിലപ്പം ആ സമയത്ത് തിരക്കുകൾ അനുസരിച്ച് ട്രാഫിക് ബ്ലോക്കിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ സ്പേസ് കുറവുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്ത് വിടണ്ട. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വാഹനത്തിന്റെ ഗിയറിന് സ്റ്റിയറിങ്ങിനുമാണ്. കാരണം നമ്മൾ ഗിയറിന് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലച്ച് എന്ത് ചെയ്യും, പലരും മറന്നുപോകും. ആ ക്ലച്ചിൽ നിന്ന് എങ്ങനെ കാലെടുക്കണമെന്ന് മറന്നുപോകും, അവരെന്ന് എത്രയും കാലെടുത്തെന്ന് മറന്നുപോകും. സ്പേസ് കുറഞ്ഞ സ്ഥലത്തുനിന്ന് എങ്ങനെയാണ് കാലെടുക്കണമെന്ന് കൃത്യമായിട്ടും ചെയ്യാൻ പോലും അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാകത്തില്ല, എത്രയും കാലിൽ പോയെന്ന് പോലും
അവര് ഫുള്ളായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ എവിടെയാ, കാലിലാണ് കൂടുതൽ ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോകുക. കാരണം ഞാൻ ഇവിടെ നിർത്തി ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചാൽ ഇവിടെ യാതൊരു കാര്യമില്ല. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് മാത്രമല്ലാതെ ഒരു കാര്യവുമില്ല. നമ്മൾ അവിടെയാണ് തീരുമാനിക്കേണ്ടത്. അതായത് താഴെ ഇരിക്കുന്ന സംഗതികളാണ് തീരുമാനിക്കേണ്ടത്. എന്ത് ചെയ്യണം, സ്പീഡിൽ പോണോ, പതിയെ പോണോ, സ്ലോയിൽ പോണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് താഴെയുള്ളവരാണ്. അപ്പം ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പീഡിന് മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതലും പണികൾ മൊത്തം എവിടെ കൊണ്ട് നടക്കുന്നത്, ക്ലച്ചിലും ബ്രേക്കിലുമാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, സ്പീഡിൽ പോകണോ, പതുക്കെ പോകണമെന്ന് അവിടെയാണ്. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഉദാഹരണം ഞാനിപ്പോ നിങ്ങൾ എടുത്ത് കാണിച്ചു, ഫസ്റ്റ് ഇട്ടു, ബ്രേക്ക് മാറ്റിയത് കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയതിനു ശേഷം ഞാനിപ്പോ താന്ത് വെക്കുകയാണ്, നിങ്ങളെ കാണിക്കാനുണ്ട്. ക്ലച്ച് എടുക്കുവാണ് കേട്ടോ. നമ്മൾ ഇവിടെ എടുത്തിട്ടൊന്നും ഈ വണ്ടി അനങ്ങുന്നില്ല, കാരണം ആയിട്ടില്ല, ക്ലച്ചിന്റെ ആയിട്ടില്ല. അത് കണ്ടില്ലേ, കേട്ടോ, കാഫ് ക്ലച്ച് ആയെന്നർത്ഥം. കാരണം അവിടെ വണ്ടി ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് കിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിൽ ഇപ്പം മാത്രം എന്തെടുത്തു, ഇത് കണ്ടോ, ഒന്ന് അനക്കി. അപ്പൊ മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടും. അപ്പൊ ഈ ഒരു സ്പീഡ് നിന്നുകൊണ്ട്, കാരണം നമുക്ക് സ്ട്രെയിറ്റ് അല്ലായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, ചിലപ്പോൾ ഒന്ന് വളച്ചോണ്ടായിരിക്കും. എന്ത് ചെയ്യാം, നമുക്ക് അവിടെ തന്നെ ആ ഒരു സ്പീഡിൽ തന്നെ സ്റ്റില്ല് ചെയ്ത് വെച്ചോണ്ട്, അതായത് കണ്ടില്ലേ, പതിയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോളിനനുസരിച്ച് നമുക്ക് തന്നെ ഇങ്ങോട്ട് തിരിക്കണം. കണ്ട, അവിടെ സ്പീഡ് കൂടാതെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതായത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് അധികം പോകാതെ സ്പേസ് കുറഞ്ഞുകൊണ്ട് സ്ഥലത്തുനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ തിരിച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ട, നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങാം. കണ്ട, ഞാൻ അവിടെ ബ്രേക്ക് വെച്ചിട്ടല്ല ഈ വണ്ടി നിൽക്കുന്നത്. ഇതാണ്, സ്വല്പം അങ്ങോട്ട് മുകളിലേക്ക് എടുക്കുന്നു, വണ്ടി മൂവ് ആവുന്നു, ഞാൻ വീണ്ടും അത്രയും മാത്രം താക്കുന്നു, വണ്ടി അവിടെ നിൽക്കുന്നു. എനിക്ക് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഈ വണ്ടി ചെയ്യരുത്. കാരണം നമ്മൾ മൊത്തം പ്രാധാന്യം കൊടുത്തേക്കുന്നത് ഇവിടെ ക്ലച്ചിനാണ്. കണ്ട, എനിക്ക് സ്വല്പം മുമ്പോട്ട് പോകണം, ഞാൻ അതുകൊണ്ടില്ലേ സ്വല്പം മുമ്പോട്ട് എടുത്തു, വണ്ടി മുമ്പോട്ട് പോകുന്നു. എനിക്ക് ഇവിടെ നിൽക്കണം, ഞാൻ കണ്ട ക്ലച്ചിൽ തന്നെ അവിടെ നിർത്തി. കണ്ട, വീണ്ടും എനിക്ക് സ്വല്പം മുമ്പോട്ട് പോകണം. കണ്ട, ഇവിടെ എനിക്ക് നിർത്തണം, ഇവിടെ നിർത്തി. എന്റെ റോഡ് അങ്ങോട്ടാണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിക്കുക. കണ്ട, അങ്ങോട്ട് തിരിച്ചിട്ട് ചെയ്തു, പതിയെ എടുത്തു. അത് കണ്ടില്ലേ, വണ്ടി അങ്ങോട്ട് വരുന്നു. ഇത് കണ്ടില്ലേ, എനിക്ക് ഇങ്ങോട്ടാ, പിന്നെ അവിടെ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതാണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. കണ്ട, അപ്പൊ എന്റെ കാല് മുകളിലോട്ട് പോകുന്നില്ല, അതാണ് ഇങ്ങോട്ട് വരുന്നു വണ്ടി. കണ്ട, അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്താൽ എന്ത് സംഭവിക്കും, ഞാനിപ്പോ ക്ലച്ചിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എടുത്താൽ എന്ത് ചെയ്യും, കാരണം ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പോകും. കണ്ട, എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അങ്ങോട്ട് എടുക്കണമല്ലോ. അപ്പൊ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവർ സ്റ്റില്ല് ചെയ്യാൻ മറന്നു പോകും. അപ്പം വണ്ടി ഉരുട്ടി കിട്ടണമല്ലോ. അപ്പൊ ചെറുതായിട്ടൊരു അനക്കം ഉള്ളത് കണ്ടാൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ അങ്ങ് പെട്ടെന്ന് ഒരു കാലം എടുക്കുമ്പോൾ ആ ഒരു സ്പീഡ് കാരണം എന്ത് ചെയ്യും, വെപ്ര ബ്രേക്കിലൊക്കെ ചവിട്ടും. അതാണ് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നതും അത് നമുക്ക് കൺട്രോൾ കിട്ടാതെ ആ വീടിന്റെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു വണ്ടി എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പേടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ വന്നു ചോദിച്ചാൽ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.